കോഴിക്കോട് ചേളന്നൂർ പൊഴിക്കാവിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചു. ജനകീയ സമരസമിതിയുടെ പ്രതിഷേധത്തിനൊടുവിലാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഡിവൈഎസ്പി വി ബെന്നി ജനകീയ സമരസമിതിയുമായി നടത്തിയ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്താൻ തീരുമാനിക്കുന്നത്. ഇതേ തുടർന്നാണ് ജനകീയ സമരസമിതി പ്രതിഷേധം അവസാനിപ്പിക്കുന്നത്. അടുത്ത ദിവസം തന്നെ തഹസിൽദാറും കളക്ടറും ജിയോളജി വകുപ്പും പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സമാധാനപരമായി നടന്ന സമരം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. തുടർന്ന് മണ്ണുമായി പോയ ലോറിയും നാട്ടുകാർ തടഞ്ഞിരുന്നു. ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് നിലത്തുകൂടി വലിച്ചഴിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എത്ര മർദ്ദനമേറ്റാലും മണ്ണെടുക്കുന്നതിനെ തടയുമെന്നും ജനകീയ സമരസമിതി കോർഡിനേറ്റർ സി പ്രദീപ് കുമാർ പറഞ്ഞു. ഞങ്ങളുടെ ആവേശമൊന്നും ചോർന്നു പോയില്ല. എത്ര മർദ്ദനേറ്റാലും എത്ര അടി കൊണ്ടാലും ഒന്നും ഞങ്ങളുടെ ആവേശം ചോർന്നു പോയില്ല. കാരണം ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടുന്ന് മണ്ണൊലിച്ച് വന്ന് ഇവിടെ ഒട്ടേറെ വീടുകൾക്ക് നാശം ഉണ്ടാവുന്നു, ഇവിടെ നടക്കാൻ കഴിയാണ്ടാവുന്നു, സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ കഴിയാണ്ടാവുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്, ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതേതായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും. മണ്ണെടുപ്പ് അനധികൃതമാണെന്നും പിന്നിൽ മാഫിയയുണ്ടെന്ന് സംശയമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ചതിനു ശേഷം കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. ഞാനിപ്പോൾ തഹസിൽദാരോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നേരത്തെ ഉണ്ടായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഡേറ്റ് വരുന്നുണ്ട് അതെനിക്ക് അറിയില്ല എന്ന്. ഒരു തഹസിൽദാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഈ വിവാദത്തിന് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് പെർമിഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് അനധികൃത മണ്ണെടുപ്പ് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ക്രിമിനൽ കുറ്റം ചെയ്ത് നടപടിയെടുക്കണം. അത് ചെയ്യണം. അത് ചെയ്യാതെ അത് തടയാൻ വന്ന സാധാരണക്കാരനെ ഉപദ്രവിച്ച പോലീസ് പഠിക്കുന്നവരെ 2 കുറ്റത്തിനും കേസെടുക്കണം. അതേസമയം മാർച്ച് 16 വരെ മണ്ണെടുക്കാനുള്ള അനുമതിയുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.